വലിച്ച വലിച്ച നീ എന്തിനാ മോളെ അവനെ തല്ലാൻ പോയത്? പണ്ടേ നിന്റെ അച്ഛനെ നശിപ്പിക്കാൻ നോക്കിയവനവൻ. അങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ടാ വല്യച്ഛ ഞാൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത്. ന്യായമല്ലാത്ത ഒന്നിനെ നീ ഇടപെടില്ല എന്ന് വല്യച്ഛനറിയാം. എന്നാലും നീ ഇങ്ങനെ ലോക്കപ്പിൽ കിടക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല മോളെ. ഒന്നാമത് നീ ഗർഭിണിയാ. അതിന്റെ കൂടെ ഈ ലോക്കപ്പിൽ നീ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ. വല്യച്ഛ സൂര്യോട് ആരെങ്കിലും പറഞ്ഞോ? സൂര്യ കുറച്ച് ദൂരെയാണെന്ന സേതു പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. നീ ജോലി വാങ്ങിക്കൊടുത്ത ഭരത് തന്നെ നിന്നെ കസ്റ്റഡിയിൽ എടുത്തേവേ വലിയച്ഛന് വിഷമമുള്ളൂ. പിന്നെ വലിച്ച ഭരതനാരും കുറ്റം പറയരുത്. അവൻ അവന്റെ ഡ്യൂട്ടിയാ ചെയ്തത്. അതിന് നമ്മൾ അവനെ അഭിനന്ദിക്കുക വേണ്ടത്. സോറി മോളെ, അത്രയ്ക്കുള്ള വിശാല മനസ്സൊന്നും എനിക്കില്ല. എന്തായാലും നിന്നെ ഇവിടെ നടക്കാതെ ഞാൻ തിരികെ പോവില്ല മോളെ. എനിക്കെന്തോ ഈ ലോക്കപ്പിൽ നീ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റുന്നില്ല. സേതു ആരെയൊക്കെയോ കാണാൻ പോയിട്ടുണ്ട്. അവനും ഗായത്രിയെല്ലാം ഭരത്തിനെയാ കുറ്റപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ വിളിക്കണമെങ്കിൽ മോഹൻ ആരെ കൊണ്ടൊക്കെയോ വിളിപ്പിച്ചിരിക്കണം. പല നിയമങ്ങളും ഇവിടെ വലിയവന്റെ തീരുമാനങ്ങൾക്കൊപ്പേ നിൽക്കൂ മോളെ. വലിച്ച അവൻ ഭാനുന്റെ ജീവിതം വെച്ചാ കളിക്കുന്നത്. ഭാനു ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാനുള്ള കാരണം അവനാ. ഇതിങ്ങനെ തുടർന്നാൽ ഭാനുന്റെ പഠിത്തത്തെയാവും ബാധിക്കുക. അതുകൊണ്ടാ വലിച്ച ഞാൻ അവനെ പോയി തല്ലിയത്. മോളെ, കേസ് ബലക്കാൻ വേണ്ടിയാ മോഹനും മോനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇവനൊക്കെ മീശയും വെച്ചിട്ട് ആണായിട്ട് നടക്കുന്ന എന്തിനാ? ഒരു പെണ്ണ് വീട്ടിൽ കയറി ഒന്ന് തല്ലിയെന്ന് പറഞ്ഞല്ലേ കേസ് കൊടുത്തതും അഡ്മിറ്റ് ആയതും. അത്രക്കുള്ള പരിക്കൊന്നും അവർക്കില്ല വലിച്ച. ഇതെന്നെ മനഃപൂർവ്വം കൊടുക്കിയതാ. ഭാനുവിനെ ഇനി അവന് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ കളിച്ച കളിയാ. അന്ന് വിഷുവിന് വന്നപ്പോ നമ്മളൊന്നും സ്വീകരിക്കാത്തതിന്റെ ദേഷ്യവും കാണും. മോള് ധൈര്യമായിട്ടിരിക്കെ. നിന്നെ പുറത്തിറക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. വലിയച്ഛൻ പുറത്തുണ്ടാവും.